ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എൻ്റെ വാപ്പാക്ക് ആക്സിഡൻ്റ് ആയത്. തലയ്ക്ക് ഇടതു ഭാഗത്തായിരുന്നു വലിയൊരു പരിക്കായിരുന്നു. ഐസിയിൽ കിടന്ന് തലച്ചോറ് വയറിൽ വെച്ച് അതിനുശേഷം വീണ്ടും തലച്ചോറിൽ വെച്ച് വലിയൊരു മേജർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വലിയൊരു 1-2-3 മാസം ICUയിലും ഹോസ്പിറ്റലുമായി ജീവിച്ചു. എൻ്റെ ഉമ്മയാണ് വാപ്പാണ് നോക്കിയത്. നമ്മുടെ കുടുംബം, മക്കളെ, എൻ്റെ പെങ്ങന്മാരെ വളർത്തിയത്, പഠിപ്പിച്ചത് എല്ലാം എൻ്റെ ഉമ്മയാണ്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അതിനുശേഷം ഇത്രയും കാലം 3 കൊല്ലം ഞാൻ ഇപ്പോൾ പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങുന്നുള്ളൂ. ഡ്രൈവറായിട്ട് പോയിരുന്നു. ഡ്രൈവറായി പോയിട്ട് ഞാൻ ഇവരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ കുടുംബവും എൻ്റെ വീടും എല്ലാം നോക്കി മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ ഡ്രൈവർ ജോലിയുണ്ട്, പക്ഷേ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ സാഹചര്യമില്ല. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാൻ പണിയെടുത്ത് നല്ല ഉണ്ടാക്കി വരുന്ന എൻ്റെ മക്കൾക്കും 2 ആളെ കെട്ടിച്ചു. അവർക്ക് ആവശ്യത്തിന് പൈസ ചെലവാകും. ഇപ്പൊ സംസാരം വരുന്നില്ല. കണ്ടോ, വാപ്പാന സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാനോ സ്വന്തമായി നീക്കാനോ കഴിയില്ല. ഒരാളുടെ സഹായം നിർബന്ധമാണ്. ഉമ്മ ഇത്രയും കാലം നോക്കി സഹായിച്ച് കയ്യിൽ വിഷയമുള്ളത് കൊണ്ട് നീങ്ങി വാപ്പാനെ നീപ്പിക്കാൻ സാധിക്കില്ല. തന്നെയാണ് നീപ്പിച്ചത്. ഇപ്പോൾ വാപ്പാനെ പഠിക്കാൻ ആളുമാണ്, ഉമ്മാനെ നോക്കാൻ ആളുമാണ്. ഞാൻ 2 മാസത്തിലേറെ ജോലിക്ക് പോയിട്ട് ഏത് സമയം ഏത് നിമിഷവും ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യമാണ്. നമുക്കിപ്പോൾ പുറത്തു പോകുമ്പോൾ ഒരാളെ വീട്ടിൽ വെച്ച് പോകേണ്ട അവസ്ഥയാണ്. ഏത് സമയം വാപ്പാക്ക് ഫിക്സ് വരാം. ദിവസം മരുന്ന് വാങ്ങാൻ പാടില്ല. വാപ്പാക്ക് ഫിക്സിന്റെ 3 ഗുളികയാണ്. 3 ഗുളിക, ഒരു ഗുളിക ഓരോ ദിവസം നമ്മൾ അത്രയും നമ്മൾ നോക്കിക്കൊണ്ട് വാങ്ങും മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ദിവസം ഒരു ഗുളിക മുടങ്ങിയാൽ അന്ന് രാത്രി വാങ്ങുന്നത് ഫിക്സാണ്. ഒന്നും പറ്റില്ല. ഞാൻ ജോലിക്ക് പോകാതെ ഇവരെ ഹോസ്പിറ്റലുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നത് എനിക്ക് യാതൊരു അറിയില്ല. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്